സണ്ണി ജോസഫിന് അനുജനം എന്നുള്ള പ്രശ്നമല്ല. ഇപ്പൊ കെ കരുണാകരന്റെ മകളും കെ കെ ആന്റണിയുടെ മകനും ഒക്കെ BJP ചേർന്നില്ല. ആ വഴി നോക്കിയിട്ടില്ല. അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. UPA ഗവൺമെന്റ് കേന്ദ്രത്തിലും മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കേന്ദ്രത്തിലും കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ് എൻ്റെ ഏതിനും ശ്രദ്ധ ചെയ്തത്. ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴിവിട്ട ഒന്നുമല്ല. ന്യായമായ എൻ്റെ ആവശ്യം അധികാരികളുടെ മുമ്പിൽ വേണ്ട തരത്തിൽ ഉന്നയിച്ച് അത് തിരിച്ചു നേടിത്തരാൻ പുള്ളിക്ക് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഇപ്പോഴും അത്തരം കാര്യങ്ങളിൽ പുള്ളി ഇടപെടാറില്ല. ഞാൻ മുൻപ് ചോദിക്കാറുമില്ല. ഞാനത് ഈ പരിപാടിയിൽ വരിക എന്നുള്ളത് 2 ദിവസം മുമ്പാണ് അറിഞ്ഞത്. ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. റജിമോന് എൻ്റെ അയൽവാസി നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമാണ്. അപ്പം രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം KSU രാഷ്ട്രീയത്തിലൂടെ 75 വന്നതാണ്. 2007 കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് 2011 പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ BJP നടത്തുന്നതിനെ കുറിച്ച് ചില ആലോചനകൾ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഞാനിവിടെ അദാലത്തിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സണ്ണി ജോസഫിന് അനുജനം എന്നുള്ള പ്രശ്നമല്ല. ഇപ്പൊ കെ കരുണാകരന്റെ മകളും കെ കെ ആന്റണിയുടെ മകനും ഒക്കെ BJP ചേർന്നു. അങ്ങനെ രാഷ്ട്രീയം മാറുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഇന്നലെ ഉള്ള PK ശശി നാളെ കോൺഗ്രസിലേക്ക് വരികയായിരിക്കും. പിന്നെ നൈഷ പൂറ്റി വന്നു. TV തോമസ് CPM-ലേക്ക് പോയി. അത് മകളെ അനുജനം എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വിഷയമല്ല. എല്ലാവരും ഇൻഡിവിജ്വൽ വ്യക്തികളാണ്. അത് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല.